നമ്മുടെ ഈ സമുദ്രങ്ങളുണ്ടല്ലോ, ഈ സമുദ്രങ്ങളിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഉപ്പുവെള്ളം, അത് നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് ഒരു ചോർച്ചയിലൂടെ ഭൂമിക്കടിയിലേക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു കണ്ടുപിടുത്തം ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. അതായത് നമ്മുടെ ഭൂമിയുടെ ഈ ക്രസ്റ്റിലാണല്ലോ ഉള്ളത് നമ്മുടെ സമുദ്രങ്ങൾ. ഈ സമുദ്രങ്ങളുടെ അടിഭാഗത്തു നിന്ന് ഒരു ചോർച്ച മാൻഡിലേക്ക് ഉണ്ടെന്ന് പല സ്റ്റഡികളും മുമ്പ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ കാണിച്ചിരിക്കുന്ന ഒരു വാഹനം കണ്ടോ, ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പെഡിഷൻ പ്രോബാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ വളരെ സമുദ്രത്തിന്റെ അടിയിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പസഫിക്കിന്റെ വളരെ വിദൂരമായിട്ടുള്ള, നമുക്കറിയാമല്ലോ മറിയാന ട്രെഞ്ച് പോലുള്ള പ്രദേശങ്ങളിൽ, ആഴമേറിയ പ്രദേശങ്ങളിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ പര്യവേഷണം നടത്തുന്ന ഉപകരണമാണിത്. ഇതെന്ന് പറയുന്നത് ഈ നോവ ഉണ്ടല്ലോ, നോവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോവയുടെ തന്നെ ഓഷ്യൻ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ചിന്റെ ഒരു പ്രോബാണിത്. ഇത്തരത്തിലുള്ള ഉപകരണം ഉപയോഗിച്ചുള്ള സ്റ്റഡി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഈ ഉപരിതലത്തിലുള്ള നമ്മുടെ ക്രസ്റ്റിലുള്ള ഈ ഭൂമിയുടെ നമ്മുടെ സമുദ്രങ്ങളുണ്ടല്ലോ, ഈ സമുദ്രങ്ങളുടെ അടിഭാഗത്ത് നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള കിടങ്ങുകളിലൂടെ ജലം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡി കാണിക്കുന്നത്. മറ്റു ചില സ്റ്റഡികൾ കാണിക്കുന്നത് ഇത്തരത്തിൻ്റെ ഈ മാൻഡിലിൽ നിന്നും, അതായത് ഉള്ളിലുള്ള ലെയർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തേക്കും വെള്ളം വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടിയ അളവിൽ ഈ ഉപരിതലത്തിൽ നിന്ന് വെള്ളം അടിയിലേക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ദശലക്ഷക്കണക്കിനുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രം, ഇന്ന് കാണുന്ന സമുദ്രം വളരെയധികം ചുരുങ്ങി മാറിയിട്ടുണ്ടെന്നാണ് ഈ റിസർച്ചേഴ്സ് ഇതിലൂടെ പറയുന്നത്. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പുരാതന കാലത്തുള്ള ഭൂമിയുടെ അവസ്ഥയും ഇന്നത്തെ ഒരു സമുദ്രങ്ങളുടെ അവസ്ഥയും തമ്മിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മിക്കവാറും സമുദ്രങ്ങൾ ക്രമേണ ചുരുങ്ങി വരുന്നതായിട്ടാണ് സ്റ്റഡി കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ കാരണം ഭൂമിയുടെ ഈ പുറമേയുള്ള ഈ ആവരണ ഭാഗത്തുള്ള ജലം പതിയെ താഴേക്ക് ഒഴുകി മാറുന്നതാണ് പറയുന്നത്. അതേസമയം ചില സ്റ്റഡികൾ പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ഈ അഗ്നിപർവ്വത പ്രദേശങ്ങളുണ്ടല്ലോ, അത്തരം ഭാഗങ്ങളിൽ ഭൂമിയുടെ അന്തർഭാഗത്തുള്ള, അതായത് ഈ മാൻഡിലുള്ള ജലം ഈ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് പുറത്തേക്ക് വരികയും അത് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയുമുണ്ട്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും മാൻഡിലിന് ഉള്ളിലേക്ക് വെള്ളം പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ചില പ്രോസസ്സുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കടലിനടിയിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു സർഫസിൽ ഉണ്ടാകുന്ന ഒരു വ്യാപനമാണ്. ഇത്തരത്തിലുള്ള പ്രക്രിയകൾ മൂലം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വെള്ളത്തെ സീപ്പ് ചെയ്ത് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് സീപ്പ് ചെയ്ത് പോകാൻ അനുവദിക്കുന്നു എന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. നിങ്ങളൊരു പക്ഷേ ഈ സബ്ഡക്ഷൻ സോൺ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള സബ്ഡക്ഷൻ സോൺ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റിന്റെ ഈ പ്ലേറ്റ്സ് കൂട്ടിമുട്ടുന്ന പ്രദേശങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ പല സ്റ്റഡികളും കേട്ടിട്ടുണ്ടാവും. ഇത്തരം പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സമുദ്രത്തിന്റെ ഒരു ചോർച്ച, അതായത് വെള്ളത്തിന്റെ ഒരു ചോർച്ചയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സബ്ഡക്ഷൻ സോണിൽ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ കുറേയേറെ ഈ സാന്ദ്രത കൂടിയ, ഡെൻസിറ്റി കൂടിയ ഈ പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ മാൻഡിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത്തരം ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് അവിടെയുള്ള ജലം കുറെ നഷ്ടപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് ഈ ക്രസ്റ്റിൽ നിന്ന് മാൻഡിലേക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു തരത്തിലെ തിയറിയും മാത്തമാറ്റിക്കൽ മോഡലിംഗും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. കാര്യം ഇത്തരത്തിലുള്ള ഡേറ്റ കളക്ട് ചെയ്യും വാലിഡേറ്റ് ചെയ്യുകയൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴക്കടലിനും ഈ മാൻഡിലിനും ഇടയിൽ എത്രത്തോളം ജലം ഇത്തരത്തിൽ സൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള നമുക്ക് മെഷേർഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർക്ക് എക്സാക്ട്ലി എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് അറിയില്ല. പക്ഷേ റീസെന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റഡി കാണിക്കുന്നത് മാൻഡിലേക്ക് പോകുന്ന അളവ് വളരെ കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ 2019 ഒരു പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 230 ദശലക്ഷം വർഷത്തെ നമ്മുടെ സമുദ്രത്തിന്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സമുദ്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമുദ്രത്തിന്റെ ഒരു ശരാശരി സമുദ്രനിരപ്പുണ്ടല്ലോ, അതെന്ന് പറയുന്നത് 130 മീറ്റർ വരെ അധികമായിരുന്നു എന്നാണ് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഇന്നത്തെ സമുദ്രനിരപ്പിനേക്കാൾ 130 മീറ്റർ വരെ അധികമായിരുന്നു ഏകദേശം 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അളവ് ഇങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ, അല്ലെ പെട്ടെന്നല്ല ഇങ്ങനെ കുറയാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനവർ പറയുന്നത്, നിങ്ങൾ ഈ സൂപ്പർ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കോണ്ടിനെന്റ്സിന് മുമ്പുണ്ടായിരുന്ന പാൻജിയ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് സ്പ്ലിറ്റ് ചെയ്താണ് ഇന്നത്തെ ഈ കോണ്ടിനെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാൻജിയയുടെ ഒരു വിഘടനം മൂലം വിവിധ തരത്തിലുള്ള പുതിയ പ്ലേറ്റുകൾ ഉണ്ടാവുകയും ഇത്തരത്തിൽ വിവിധ സബ്ഡക്ഷൻ സോണുകൾ ഉണ്ടാകപ്പെടുകയും ഇത്തരം സബ്ഡക്ഷൻ സോണുകളിലൂടെ അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സുകളുടെ ഫലമായിട്ട് ഇത്തരത്തിൽ സർഫസിൽ നിന്ന് വെള്ളം താഴേക്ക് പോവുകയും അങ്ങനെയാണ് ഇതിന്റെ അളവ് കുറഞ്ഞതെന്ന് പറയുന്ന ചില ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അതേസമയം മറ്റൊരു സ്റ്റഡി കാണിക്കുന്നത് വെച്ചാൽ, ഇത്തരത്തിൽ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇതിങ്ങനെ അകന്നു മാറുന്ന സമയത്ത് ഈ ആവരണങ്ങൾ, ഇതിന്റെ ഒരു മാൻഡിൽ ഭാഗത്ത് ഉരുകിയ പാറകളുണ്ടല്ലോ, ഈ പാറകളുടെ ഒരു പ്രവർത്തനങ്ങൾ മൂലം ഈ മാൻഡിലുള്ള ജലം ചില സമയത്ത് പുറത്തേക്ക്, അതായത് സർഫസിലേക്ക്, ക്രസ്റ്റിലേക്ക് വരികയും അങ്ങനെ സമുദ്രത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടെന്നും സിമുലേറ്റ് ചെയ്ത സ്റ്റഡികളുണ്ട്. പക്ഷേ റീസെന്റ് ആയിട്ട് 2022 കാണിക്കുന്ന ഒരു സ്റ്റഡി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ
പോലും ഭൂമിയുടെ ആവരണത്തിൽ നിന്ന് കൂടുതൽ വെള്ളം അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇനി വരുന്ന കാലത്തുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ക്രസ്റ്റിനെ അപേക്ഷിച്ച് മാൻറ്റിലിന് കുറെ കൂടെ ടെമ്പറേച്ചർ കൂടുതലാണ്. നിങ്ങൾക്കറിയാമല്ലോ, മാൻറ്റിലിന് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് വെള്ളം കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള കഴിവില്ല. പ്രത്യേകിച്ച് വെള്ളം പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകും. അതേസമയം ഓവർ ദി ഇയേഴ്സ് ഈ ആ ടെമ്പറേച്ചർ ഇങ്ങനെ കുറയുന്നതിന്റെ ഫലമായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് കൂടുകയും അങ്ങനെ ഏകദേശം 1 ബില്യൺ വർഷം, ഇന്നത്തെ സമയത്ത് നിന്ന് ഏകദേശം 1 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നുള്ള സമുദ്രത്തിന്റെ ഒരു അളവ് ഏകദേശം അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 20% കുറയാനുള്ള സാധ്യതയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ പറയുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഇത്തരത്തിൽ നമ്മുടെ സമുദ്രത്തിന്റെ ജലം ഭൂമിയുടെ അടിയിലേക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. അങ്ങനെ വളരെ ചെറിയ അളവിലെങ്കിലും സമുദ്രത്തിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം ടോപ്പിക്സ് എടുത്തിട്ടാണ് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.